ഫിനാലെയുടെ ബോണസ് പോയിന്റ് എന്തിനാണ് ഋഷിക്ക് വിട്ടുകൊടുത്തത് എന്നുള്ളതായിരുന്നു ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ച ചോദ്യം. ജാസ്മിൻ പറഞ്ഞത് ആ പോയിന്റ് എനിക്ക് വെറുതെ കളയാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല, ആരെയെങ്കിലും ഒരാളിലേക്ക് എത്തണമെന്നായിരുന്നു താല്പര്യം. പിന്നെ അതുമാത്രമല്ല, അവിടെ റീസൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പറയുന്നുണ്ടായിരുന്നു ഋഷി എനിക്കങ്ങനെ ഓസിനെ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വേർഡ് കേട്ടപ്പോൾ എങ്കിൽ പിന്നെ ഓസിനെ ഋഷിക്ക് തന്നെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞത്. അർജുനും ആ വേർഡ് എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല, ഋഷി അങ്ങനെ ഒരു വേർഡ് ഉപയോഗിച്ചിരുന്നു, എങ്കിൽ പിന്നെ ഋഷിക്ക് തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു അർജുനും. അത് ശരിയാണ്, അവിടെ ഋഷി പറഞ്ഞിരുന്നു അങ്ങനെ ഓസിനെ ഞാൻ ആർക്കും തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇപ്പോൾ ഋഷിക്ക് അത് കിട്ടിയത് ഓസിനെ അല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരും. അത് അങ്ങനെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത് അർജുനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും. അപ്പൊ ലാലേട്ടൻ അൻസിബയുടെ അടുത്തൊരു കാര്യം ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കാം ജാസ്മിൻ അത് വിട്ടുകൊടുത്തത് എന്നുള്ളത്. അപ്പോൾ അവിടെ അൻസിബ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വിട്ടുകൊടുത്തത് അവിടെ എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നു, ഞാനിപ്പോൾ പഴയ ആളല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, അവിടെ നോമിനേഷൻ ഫ്രീ എന്നൊരു കാര്യം കൂടി ജാസ്മിൻ അതിൽ ഉദ്ദേശിച്ചിരുന്നു, വോട്ടുകളായിട്ട് അത് മറയുമെന്ന് ജാസ്മിൻ ഉദ്ദേശിച്ചിരുന്നു, അതുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ വിട്ടുകൊടുത്തത് എന്നാണ് അവിടെ അൻസിബ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൻസിബ പറഞ്ഞതിൽ മറ്റൊരു പ്രശ്നം അവിടെ കെടുക്കുന്നുണ്ടല്ലോ. അവിടെ അൻസിബ നോമിനേഷൻ വിട്ടുകൊടുത്തിരുന്നു അവിടെ നോറയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. അപ്പോൾ അവിടെ അൻസിബ ഉദ്ദേശിച്ചത് എന്താണ്? ഇതുപോലെ തന്നെ വോട്ടുകൾ എനിക്ക് മറിയും എന്ന് തന്നെയായിരുന്നോ അൻസിബ അവിടെ ഉദ്ദേശിച്ചത്, നോറയെ അവിടെ സേഫ് ആക്കിക്കൊണ്ട് നിന്ന സമയത്ത്? അപ്പോൾ അവിടെ അൻസിബ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഔദാര്യമാണ് നോറയ്ക്ക് ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ജാസ്മിന് പറയാലോ എൻ്റെ ഔദാര്യമാണ് ഋഷിക്ക് പോയിന്റ് കൊടുത്തതെന്ന്. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് രീതിയിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊരു കൺഫ്യൂഷൻ എനിക്കവിടെ വന്നു. സ്വാഭാവികമായും എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് അവിടെ അൻസിബ അങ്ങനെ പറയുന്ന സമയത്ത്. എന്തായാലും ലാലേട്ടൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങനെ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് അവിടെ അർജുനാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും പറഞ്ഞുകൊണ്ട് നിന്നത്. ഋഷി പറയുന്നുണ്ടായിരുന്നു എൻ്റെ വായന അങ്ങനെ ഒരു വേർഡ് വന്നിരുന്നു, പക്ഷെ അത് കൊളോക്കിലി വന്നൊരു വേർഡാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അഭിഷേക് എനിക്ക് വിട്ടു തന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. അഭിഷേക് പിന്നെ ആരെയും പേര് പറയരുതെന്ന് എന്നോട് ചുണ്ടുമേൽ വിരൽ വെച്ച് കാണിച്ചിരുന്നു, അതാണ് ഞാൻ കാണിക്കാതിരുന്നത് എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേക് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഋഷി അവിടെ മാറി എന്നുള്ള തെളിവാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്തായാലും അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഋഷിക്കാണ് അവിടെ പോയിന്റ് കിട്ടിയത്. ലാലേട്ടൻ ചുമ്മാ ആ നെക്സ്റ്റ് ടീമിന്റെ അടുത്ത് ചോദിച്ചു. അതുമാത്രമല്ല ഈ ആഴ്ചയിലും ബെസ്റ്റ് ടീമായിട്ട് നെക്സ്റ്റ് ടീമിനെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. അവിടെ രണ്ടാമത്തെ ആഴ്ചയാണ് നെക്സ്റ്റ് ടീം വീണ്ടും ബെസ്റ്റ് ടീമായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്.